ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തെക്കുറിച്ചാണ്. നിങ്ങളെ ബഹുമാനിക്കാത്ത ആളുകളെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ച്. ജീവിതത്തിൽ നമ്മൾ പലതരത്തിലുള്ള ആളുകളെ കണ്ടുമുട്ടും, അല്ലേ? ചിലർ നമ്മുടെ അതിരുകളെ ചോദ്യം ചെയ്യും, നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കും. എന്നാൽ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്, അല്ലേ? മറ്റുള്ളവരുടെ പെരുമാറ്റം നമ്മുടെ സമാധാനം കെടുത്താൻ നമ്മൾ അനുവദിക്കണോ? അതോ അവരുടെ പെരുമാറ്റത്തിന് മുകളിൽ നമ്മൾ ഉയർന്ന് നമ്മുടെ സന്തോഷം സംരക്ഷിക്കണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം കേട്ടോ. സാധാരണയായി നിങ്ങളെ ആരെങ്കിലും ബഹുമാനിക്കാതെ പെരുമാറുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കാറ്? നിങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കാറുണ്ടോ? അതോ ഒഴിഞ്ഞു മാറാറാണോ പതിവ്? അതോ മൗനം പാലിക്കാറുണ്ടോ? നിങ്ങളുടെ ജോലി സ്ഥലത്തോ കുടുംബത്തിലോ സുഹൃത്തുക്കൾക്കിടയിലോ ആരെങ്കിലും നിങ്ങളോട് മോശമായിട്ട് പെരുമാറുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങളെ കളയുന്നുണ്ടോ? നിങ്ങളുടെ സംഭാഷണങ്ങൾ ഇടയ്ക്ക് വെച്ച് നിർത്തുകയോ അല്ലെങ്കിൽ നിങ്ങളെ താഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയോ ചെയ്യുന്നുണ്ടോ? ഇത് ശരിക്കും ഭയങ്കര വേദനാജനകമാണല്ലേ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെയും ശാന്തതയോടെയും ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ സഹായിക്കുന്ന എളുപ്പമായ മാർഗങ്ങൾ പങ്കുവെക്കാൻ പോവുകയാണ്. ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അതേസമയം നിങ്ങളുടെ മാനസിക സമാധാനം നിലനിർത്താനും കഴിയും. നിങ്ങളെ ബഹുമാനിക്കാത്ത ആളുകളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ആദ്യത്തെ വഴിയാണ് വ്യക്തമായ അതിരുകൾ നിശ്ചയിക്കുക എന്നത്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാണിത്. നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിലല്ല കാര്യം, നിങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് കാര്യം. അതിരുകൾ നിശ്ചയിക്കുക എന്നത് നിഷ്ക്രിയമായി ഇരിക്കുക എന്നല്ല, മറ്റുള്ളവർ സ്വയം മനസ്സിലാക്കി മാറും എന്ന് പ്രതീക്ഷിക്കുകയുമല്ല. മറിച്ച് നിങ്ങൾ എന്തൊക്കെ സഹിക്കും, നിങ്ങൾ എന്തൊക്കെ സഹിക്കില്ല എന്ന് വ്യക്തമായിട്ട് അവരെ അറിയിക്കുക എന്നതാണ്. ഇതിന് നല്ല ആത്മവിശ്വാസവും സ്വയം അവബോധവും ആവശ്യമാണ്. കാരണം നമുക്ക് വ്യക്തമായ പരിധികൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആയിരിക്കാം മറ്റുള്ളവർ നമ്മളെ അനാദരിക്കുന്നത് തുടരുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഒരു സുഹൃത്ത് എപ്പോഴും നിങ്ങളെ പരിഹസിക്കുകയും അത് നിങ്ങളെ വേദനിപ്പിക്കുകയും ചെയ്യുന്നു എന്നിരിക്കട്ടെ. നിങ്ങൾ അവരോട് തുറന്നു പറയണം, നിങ്ങളുടെ ഈ തമാശകൾ എന്നെ വേദനിപ്പിക്കുന്നുണ്ട്, ദയവായി ഇത് തുടരരുത്. നിങ്ങളിത് വ്യക്തമായിട്ട് പറഞ്ഞാൽ അവർ ഒരുപക്ഷെ അവരുടെ പെരുമാറ്റം മാറ്റാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മിണ്ടാതെ സഹിച്ചാൽ അവർ അത് തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ മലയാളികൾക്ക് എല്ലാവരോടും നല്ലവരായിരിക്കണം, എല്ലാവരോടും ക്ഷമിക്കണം എന്നൊരു ചിന്താഗതിയുണ്ട്, അല്ലേ? പക്ഷേ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കാതെ നിങ്ങൾ എല്ലാവരോടും നല്ലവനായാൽ ചിലർ അത് ദുരുപയോഗം ചെയ്യും. നിങ്ങളുടെ മൂല്യം നിങ്ങൾ എന്തിനെ വിലമതിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടാണ്. നിങ്ങളുടെ സമാധാനം, അതായത് നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം വിലമതിക്കുക. അതിനായിട്ട് നിങ്ങളുടെ ശബ്ദം ഉയർത്തുക, പക്ഷേ ദേഷ്യത്തോടെ അല്ല, ശാന്തമായ ആത്മവിശ്വാസത്തോടെ. ഓർക്കുക, അതിരുകൾ നിശ്ചയിക്കുന്നത് സ്വാർത്ഥതയല്ല, മറിച്ച് നിങ്ങളുടെ മാനസികാരോഗ്യവും ആത്മാഭിമാനവും സംരക്ഷിക്കാനുള്ള ഒരു മാർഗമാണ്. ഇനി രണ്ടാമത്തെ വഴിയാണ് നിങ്ങളുടെ പ്രതികരണങ്ങൾ നിയന്ത്രിക്കുക എന്നത്. നമ്മളെ ബഹുമാനിക്കാത്തവരോടുള്ള നമ്മുടെ പ്രതികരണങ്ങളാണ് പലപ്പോഴും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നത്. ഒരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറുമ്പോൾ ദേഷ്യം വരികയും വിഷമം തോന്നുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആ വികാരങ്ങളെ നമ്മൾ എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നതിലാണ് കാര്യം. തൽക്ഷണം പ്രതികരിക്കുന്നതിന് പകരം ഒരു നിമിഷം ശാന്തമായിട്ട് ചിന്തിക്കുക, ഈ പ്രതികരണം ഈ സാഹചര്യത്തെ മെച്ചപ്പെടുത്തുമോ അതോ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കുമോ എന്ന്. ചില സമയങ്ങളിൽ മൗനം ഒരു ശക്തമായ പ്രതികരണമായിരിക്കും. ഒരാളുടെ മോശം പെരുമാറ്റത്തെ അവഗണിക്കുകയും അതിനൊരു വിലയും കൊടുക്കുന്നില്ല എന്ന് കാണിക്കുകയും ചെയ്യുന്നത് അവരെ നിശബ്ദരാക്കാൻ സഹായിക്കും. അതേസമയം ചില സാഹചര്യങ്ങളിൽ നമ്മൾ ശക്തമായിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ പറയേണ്ടി വരും. പക്ഷേ അപ്പോഴും അത് ശാന്തവും വിവേകപരവുമായിരിക്കണം. ഞാനൊരു ഉദാഹരണം പറയട്ടെ.
നിങ്ങളുടെ ഓഫീസിൽ ഒരു സീനിയർ കൊളീഗ് മീറ്റിങ്ങിൽ നിങ്ങളുടെ ഐഡിയയെ ഇതൊക്കെ എന്ത് മണ്ടൻ ഐഡിയ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലൊരു വെടിക്കെട്ട് പൊട്ടുമല്ലേ? ഞാൻ ഇവനെ ഒന്ന് കാണിച്ചു കൊടുക്കാം എന്ന് തോന്നും അല്ലേ? എല്ലാവർക്കും തോന്നും. പക്ഷേ ഒരു സെക്കൻഡ് പോസ് ചെയ്യ്, ഒരു ദീർഘനിശ്വാസം എടുക്കുക ശാന്തമായിട്ട്. നിങ്ങളുടെ അഭിപ്രായം ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷേ എൻ്റെ ഐഡിയയ്ക്ക് ഇനിയും വാല്യൂ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുക. അല്ലെങ്കിൽ ഓക്കെ, നമുക്കിതിനെക്കുറിച്ച് പിന്നെ ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞ് വിഷയം മാറ്റുക. നിങ്ങളുടെ ശാന്തതയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. എല്ലാ വാഗ്വാദങ്ങളും ജയിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് വാദിക്കുന്നില്ല എന്ന് പറഞ്ഞ് ചെറുപുഞ്ചിരിയോടെ നടന്നു പോകുന്നതാണ് ഏറ്റവും വലിയ വിജയം. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള പരിശീലനം നേടുന്നത് വളരെ പ്രധാനമാണ്. അതിന് ധ്യാനം, ശ്വസന വ്യായാമങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ സഹായിക്കും. ഓർക്കുക, മറ്റൊരാളുടെ മോശം പെരുമാറ്റം നിങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളുടെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിൽ തന്നെ ആയിരിക്കണം. ഇനി മൂന്നാമത്തെ വഴിയാണ് അവരുമായിട്ട് ഇടപഴകുന്നത് പരിമിതപ്പെടുത്തുക എന്നത്. ചില ആളുകൾ അവരുടെ സ്വഭാവം ഒരിക്കലും മാറ്റത്തില്ല. അങ്ങനെയുള്ളവരുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമ്മുടെ മാനസിക ആരോഗ്യത്തിന് ദോഷകരമാണ്. നമ്മുടെ ഊർജം വിവേകപൂർവം ഉപയോഗിക്കണം. നമ്മളെ നിരന്തരം വേദനിപ്പിക്കുന്നവരുമായിട്ട് അകലം പാലിക്കുന്നത് ഒരു തെറ്റല്ല, മറിച്ച് നമ്മളെ തന്നെ സംരക്ഷിക്കാനുള്ള ഒരു ബുദ്ധിപരമായ തീരുമാനമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരുമായിട്ടുള്ള നിങ്ങളുടെ ഇടപെടലുകൾ കഴിയുന്നത്ര കുറയ്ക്കാൻ ശ്രമിക്കുക. അത് ജോലിസ്ഥലത്തോ കുടുംബത്തിലോ സുഹൃത്തുക്കൾക്കിടയിലോ ആകട്ടെ. പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ നിങ്ങളുടെ സംഭാഷണങ്ങൾ അത്യാവശ്യ കാര്യങ്ങളിൽ മാത്രം ഒതുക്കുക. അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലോ കുറ്റപ്പെടുത്തുന്ന സംഭാഷണങ്ങളിലോ പങ്കുചേരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ ഓഫീസിലൊരു കൊളീഗ് ഉണ്ട്, എപ്പോഴും നിങ്ങളെ നെഗറ്റീവ് കമൻറ്റ് പറയുന്ന, ഇതൊക്കെ എന്തിനാ, ഒന്നും നടക്കത്തില്ല എന്ന് മൂഡ് ഓഫ് ആക്കുന്ന ഒരാൾ. അദ്ദേഹവുമായിട്ടുള്ള ചാറ്റ് ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമാക്കി കുറയ്ക്കുക. പിന്നെ കുടുംബത്തിലൊരു ബന്ധു എപ്പോഴും നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയെ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിനെ എപ്പോഴും കളിയാക്കുന്നുണ്ടെങ്കിൽ എല്ലാ ഫാമിലി ഗെറ്റ് ടുഗദറിനും പോകേണ്ട. ഈ വീക്ക് ഞാൻ ലിറ്റിൽ ബിസി, പക്ഷേ അടുത്ത മാസം വരാം എന്ന് പറയുക. നിങ്ങളുടെ സമയവും എനർജിയും മനസ്സിൻ്റെ സന്തോഷവും വിലപ്പെട്ടതാണ്. അത് നിങ്ങളെ ഉയർത്തുന്ന ആളുകൾക്കും സന്തോഷം തരുന്ന കാര്യങ്ങൾക്ക് മാത്രം നീക്കിവെക്കുക. ഇനി നാലാമത്തെ വഴിയാണ് അവരുടെ പെരുമാറ്റത്തെ വ്യക്തിപരമായി എടുക്കാതിരിക്കുക എന്നത്. ഒരാൾ നമ്മളെ ബഹുമാനിക്കാതെ പെരുമാറുമ്പോൾ അത് നമ്മുടെ തെറ്റാണെന്ന് ചിന്തിക്കാൻ നമ്മൾ പ്രവണത കാണിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും അവരുടെ മോശം പെരുമാറ്റത്തിന് കാരണം നമ്മളൊന്നും ആയിരിക്കില്ല. അത് അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളോ മുൻവിധികളോ അല്ലെങ്കിൽ അസുഖകരമായ അനുഭവങ്ങളോ ആകാം. അതായത് ഒരാൾ നിങ്ങളോട് മോശമായിട്ട് പെരുമാറുമ്പോൾ എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് സ്വയം ചോദിക്കുക. ഒരുപക്ഷെ അവർക്ക് മോശം ദിവസമായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അവരുടെ പെരുമാറ്റത്തെ നിങ്ങളുടെ വ്യക്തിപരമായ കുറവായിട്ട് ഒരിക്കലും കാണരുത്. നിങ്ങളുടെ വില മറ്റൊരാളുടെ അഭിപ്രായത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത് എന്ന് ഓർക്കുക. നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ മൂല്യം എന്താണെന്നും നിങ്ങൾക്കറിയാമെങ്കിൽ മറ്റൊരാളുടെ ബഹുമാനമില്ലായ്മ നിങ്ങളെ അത്രയധികം വേദനിപ്പിക്കില്ല. ആന്തരികമായ ശക്തിയും ആത്മാഭിമാനവും വളർത്തുക എന്നത് ഇതിനുള്ള പ്രധാന പരിഹാരമാണ്. ഇനി അഞ്ചാമത്തെ വഴി, ദൃഢനിശ്ചയത്തോടെ നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കുക. ചില സാഹചര്യങ്ങളിൽ ഒരാളുടെ ബഹുമാനമില്ലാത്ത പെരുമാറ്റം സഹിക്കാനാവുന്നതിലും അധികമായിരിക്കും, അല്ലേ? അങ്ങനെയുള്ള സമയങ്ങളിൽ ശാന്തമായി എന്നാൽ ദൃഢനിശ്ചയത്തോടെ നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കേണ്ടത് അത്യാവശ്യമാണ്. ഭയത്തോടെയോ ദേഷ്യത്തോടെയോ പ്രതികരിക്കുന്നതിന് പകരം നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിച്ച് വ്യക്തമായ വാക്കുകളിൽ നിങ്ങൾക്ക് ഈ ഒരു പെരുമാറ്റം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അറിയിക്കുക. ഉദാഹരണത്തിന്, ഒരാൾ നിങ്ങളെ പൊതുവായിട്ട് അപമാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം: നിങ്ങളുടെ ഈ പെരുമാറ്റം എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല.
എന്നെ ബഹുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ദയവായി എന്നോട് സംസാരിക്കരുത്. നിങ്ങളുടെ വാക്കുകളിൽ വ്യക്തതയും ദൃഢതയും ഉണ്ടായിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെടണം. ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ചിലപ്പോൾ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചേക്കാം. പക്ഷേ നിങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിനും ഭാവിയിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഒഴിവാക്കുന്നതിനും ഇത് അത്യാവശ്യമാണ്. ഇനി 6ാമത്തെ വഴിയാണ് മൗനത്തോടെ പ്രതികരിക്കുക എന്നത്. നിങ്ങളെ മാനിക്കാത്തവർ പലപ്പോഴും നിങ്ങളുടെ റിയാക്ഷൻ ആഗ്രഹിക്കുന്നു. അവർ നിങ്ങളെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കും. ഇവന്റെ ദേഷ്യം ഒന്ന് കാണണമല്ലോ എന്ന് കരുതും. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിൽ നിങ്ങളുടെ ഒരു ബന്ധു ഒരു പരിഹാസം പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു തീ പാറും അല്ലേ? പക്ഷേ ഒന്നും പറയാതെ ഒരു ശാന്തമായ നോട്ടം, ഒരു ചെറിയ പുഞ്ചിരി, അത്രമാത്രം. ആ മൗനം അവരെ അസ്വസ്ഥരാക്കും. ഇവരെന്താ ഒന്നും മിണ്ടാത്തെ എന്ന് അവർ ചിന്തിക്കും. മൗനം ദുർബലതയല്ല, അത് നിങ്ങളുടെ ആന്തരിക ശക്തിയാണ്, നിങ്ങളുടെ സെൽഫ് കൺട്രോളാണ്. ചിലപ്പോൾ മൗനം വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കും. ഇനി 7ാമത്തെ വഴിയാണ് സ്വയം ബഹുമാനിക്കുക എന്നത്. മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കണമെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ നമ്മളെ തന്നെ ബഹുമാനിക്കാൻ പഠിക്കണം. നമ്മുടെ കുറവുകളും കഴിവുകളും അംഗീകരിക്കുക, സ്വയം സ്നേഹിക്കുക, നമ്മുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, ഇതെല്ലാം സ്വയം ബഹുമാനത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണുന്നത് എന്നതും. നിങ്ങൾക്ക് നല്ല ആത്മാഭിമാനം ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ബഹുമാനമില്ലാത്ത പെരുമാറ്റം നിങ്ങളെ അത്രയധികം വേദനിപ്പിക്കില്ല. കാരണം നിങ്ങളുടെ വില മറ്റൊരാളുടെ അംഗീകാരത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ കഴിവുകളിലും മൂല്യങ്ങളിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരിക്കും. സ്വയം ബഹുമാനം വളർത്താൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ഇവയാണ്. നിങ്ങളുടെ നേട്ടങ്ങളെ അംഗീകരിക്കുക, നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുക, നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക, നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായിട്ട് പ്രവർത്തിക്കുക. ഓർക്കുക, നിങ്ങൾ വിലപ്പെട്ടവരാണ്, നിങ്ങൾ ബഹുമാനം അർഹിക്കുന്നു. ഇനി 8ാമത്തെ വഴിയാണ് മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനം പ്രതീക്ഷിക്കാതിരിക്കുക, അത് നേടുക. എപ്പോഴും എല്ലാവരും നമ്മളെ ബഹുമാനിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു യാഥാർത്ഥ്യമല്ല. ചില ആളുകൾ അവരുടെ സ്വഭാവം കൊണ്ട് നമ്മളെ വേദനിപ്പിച്ചേക്കാം. എന്നാൽ അതിനർത്ഥം നമ്മൾ ബഹുമാനം നേടാൻ ശ്രമിക്കരുത് എന്നല്ല. നമ്മുടെ പെരുമാറ്റത്തിലൂടെയും നിലപാടുകളിലൂടെയും നമുക്ക് ബഹുമാനം നേടിയെടുക്കാൻ കഴിയും. മറ്റുള്ളവരോട് മാന്യമായിട്ട് പെരുമാറുക, നിങ്ങളുടെ വാക്ക് പാലിക്കുക, നിങ്ങളുടെ ജോലിയോടുള്ള ആത്മാർത്ഥത കാണിക്കുക, ഇവയൊക്കെ മറ്റുള്ളവരുടെ ബഹുമാനം നേടാൻ സഹായിക്കും. ഓർക്കുക, യഥാർത്ഥ ബഹുമാനം ഭയത്തിൽ നിന്നോ നിർബന്ധത്തിൽ നിന്നോ വരുന്നതല്ല, മറിച്ച് സ്നേഹത്തിൽ നിന്നും അംഗീകാരത്തിൽ നിന്നും വരുന്നതാണ്. നിങ്ങൾ മറ്റുള്ളവരെ ബഹുമാനിക്കുമ്പോൾ അവർ നിങ്ങളെയും ബഹുമാനിക്കാൻ സാധ്യതയുണ്ട്. അവസാനമായിട്ട് ഓർക്കുക, മറ്റൊരാളുടെ പെരുമാറ്റം നിങ്ങളുടെ മൂല്യത്തെ നിർണ്ണയിക്കുന്നില്ല. നിങ്ങളുടെ ആന്തരിക സമാധാനവും സന്തോഷവുമാണ് ഏറ്റവും പ്രധാനം. ഓരോ ചെറിയ കാര്യത്തിലും നിങ്ങളുടെ അന്തസ്സും സമാധാനവും സംരക്ഷിക്കാൻ നിങ്ങൾ എടുക്കുന്ന ഓരോ ചുവടും നിങ്ങളുടെ ആന്തരിക ശക്തി വർദ്ധിപ്പിക്കാനുള്ള ഒരു പടിയാണ്. നിങ്ങളുടെ വില മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ പരിഗണിക്കുന്നു എന്നതിനെ ആശ്രയിച്ചല്ല, നിങ്ങൾ നിങ്ങളെ തന്നെ എങ്ങനെ പരിഗണിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് നിൽക്കാം, പരസ്പരം ബഹുമാനിക്കാം, കരുണയോടെ പെരുമാറാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്